ഹലോ നമസ്കാരം അക്കൗണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു 3 ആഴ്ച മുമ്പ് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആവാറായിട്ടുണ്ട്. നമ്മൾ പേൾ ഗ്രാസ് 15 രൂപയ്ക്ക് പേൾ ഗ്രാസ് കിട്ടുന്ന സ്ഥലമൊക്കെ പരിചയപ്പെടുത്തി അവിടെ നിന്ന് പുല്ലൊക്കെ മേടിച്ചിട്ട് വരുന്ന വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ കുറേ പേര് അത് കണ്ടു എന്ന് പറഞ്ഞൊരു സന്തോഷം. അപ്പോൾ കൂടുതൽ പേര് നമ്മളോട് മെസ്സേജ് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആ പുല്ലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, അതെല്ലാവരും ശരിക്കും പിടിച്ചോ, കരിഞ്ഞു പോയോ, അങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് തന്നെ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടായിരുന്നു. ഞാനും സംശയം വിചാരിച്ചിരുന്നു. കാരണം ഒരു 3-4 ദിവസം കൊണ്ടാണ് നമ്മൾ ആ പുല്ല് ഫുള്ളായിട്ട് ഇവിടെ നമ്മൾ ഷീറ്റ് വിരിച്ചത്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഇവിടെ പുല്ല് നിൽക്കുന്നത് ഇങ്ങനെയാണ്. ഇതേപോലെ തന്നെ നമ്മൾ ആ സൈഡിൽ നട്ടിരുന്നു, അതേപോലെ റോഡിൻ്റെ ആ സൈഡിലും. അപ്പോൾ അങ്ങനെ ഒരു 3-4 സ്ഥലങ്ങളായിട്ട് പിന്നെ വീടിൻ്റെ ബാക്ക് സൈഡിൽ നട്ടിരുന്നു. ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു അന്ന് ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എല്ലാവരുടെയും അന്ന് ആ നമ്മൾ വാങ്ങിക്കൊടുന്ന ദിവസം നമുക്ക് വിരിക്കാൻ പറ്റിയിരുന്നില്ല. അന്നൊക്കെ മഴയായിരുന്നു, അന്നും അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ മഴയായിരുന്നു. ഇത്രയൊക്കെ വിരിച്ചു, പക്ഷേ എങ്കിലും കുറേ ഷീറ്റ് ഇവിടെ മടങ്ങി തന്നെയാണ് ഇരുന്നിരുന്നത്. അവർ റോളാക്കി തന്നിട്ടുണ്ടായത്. അപ്പോൾ ലാസ്റ്റ് ഡേ 3-ാമത്തെ ദിവസം നമ്മൾ വിരിക്കാനായിട്ട് എടുത്തപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നത് കുറച്ച് ചീഞ്ഞ് ഒടുങ്ങി, കുറച്ച് കരിഞ്ഞ് ഒടുങ്ങി, അങ്ങനെയൊക്കെ ഇരിക്കേണ്ടായിരുന്നു. വിരിച്ച് കഴിഞ്ഞിട്ട് നമ്മളന്ന് വീഡിയോ ഇട്ടുണ്ടായല്ലോ, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കുറച്ച് കറുത്ത് കരി ഇങ്ങനെ മീൻസ് ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയ പോലെയൊക്കെ ഇരുന്നിരുന്നത്. അപ്പം ഇനി അത് പിടിച്ച് കിട്ടുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഒരു കുഴപ്പമില്ലാണ്ട് ഒരു ഷീറ്റ് പോലും നമുക്ക് വേസ്റ്റ് ആവാത്ത രീതിയിൽ എല്ലാവരും പിടിച്ചു നന്നായിട്ട്. അതായത് നമ്മൾ ആ ഷീറ്റ് വിരിച്ച് എങ്ങനെയാണോ അതെല്ലാം കൂടി അതിൻ്റെ ജോയിൻറ്റുകളെല്ലാം ഫില്ലായി എല്ലാവിടെയും നല്ല ക്ലിയർ ആയിട്ട് തന്നെ വന്നു. അത് തണലുള്ള സ്ഥലമെന്നോ തണലില്ലാത്ത സ്ഥലമെന്നോ ഒന്നുമില്ല, എല്ലാവിടെയും ഒരേപോലെ പിടിച്ചു. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നമ്മുടെ ഇവിടെ നല്ല തണലുള്ള ഏരിയ ഉണ്ടോ, ഈ സൈഡിലൊക്കെ ഫുൾ മരങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ പുല്ലിന് വേണ്ടി ഈ ജാതിമരമൊന്നും കളയാൻ പറ്റില്ല. അപ്പോൾ മുമ്പ് ഞാനിവിടെ നട്ടിട്ടുണ്ടായിരുന്നത് ബഫലോ ഗ്രാസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ കുഴപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പറയാണ്, നമുക്ക് ചെറുതായിട്ട് ഒരു തണൽ വരുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് മുകളിലേക്ക് വളരും, അല്ലാത്തത് പതുക്കനെ നന്നായിട്ട് മുകളിലേക്ക് വളരും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പുല്ല് വന്നപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഈ കുറച്ച് ഏരിയ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഏരിയയാണ്. ഇപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ പുല്ലെന്ന് പറയുന്നത് നല്ല പതിഞ്ഞനെ കിടക്കാണ്. ഇത് പൊട്ടി ഇങ്ങനെ മുളച്ച് പോകുന്നത് ഇതേപോലെയാണ്. അതായത് ഇങ്ങനെ സൈഡിലേക്ക് തന്നെ അങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ നല്ല പരന്ന് നമ്മുടെ വെയിൽ നന്നായിട്ട് കിട്ടുന്ന ഏരിയയൊക്കെ നന്നായിട്ട് പതിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഒരു ഇച്ചിരി വെയിൽ കുറവുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ ഈ ഏരിയ തന്നെ എടുക്കുക. ഇവിടേക്ക് വരുമ്പോൾ ഈ പുല്ല് ഇതേപോലെ വലുതായി വരും. മറ്റേ ബഫലോ ഗ്രാസ് പോലെ വലുതാവും എന്നല്ല പറയണേ. ഈ നോർമൽ നമ്മുടെ ഈ ലെവൽ വിട്ടിട്ട് ഈ പുല്ല് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് വലുതായി വരും. ഇത് പറിച്ച് കളഞ്ഞാൽ എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ഈ പുല്ല് നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോളൂ കമൻറ്റ് വഴി. ഇത് ചില പുല്ലുകളിൻ്റെ ഇടയിൽ കണ്ടോ, ഇങ്ങനത്തെ ഓരോ പുല്ലുകളിൻ്റെ ഇടയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മുമ്പേ എന്നോട് അടിയിലത്തെ കളകളെല്ലാം ഫുൾ നശിപ്പിച്ചിട്ട് ഇത് നടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് നമുക്ക് സമയം കിട്ടിയില്ല. നമ്മൾ പുല്ലൊക്കെ ഇവിടുത്തെ ക്ലീൻ ചെയ്ത് ഒരു 2 ആഴ്ചക്ക് ഇട്ടിരുന്നു, അതിന് ശേഷമാണ് നട്ടത്. അപ്പോൾ എന്തിട്ടായാലും ഇത് കളയല്ല, കളകൾ വരുന്നുണ്ട്. കളകളിൻ്റെ ഇടയിലുള്ള കളകളെ ഞാൻ കാണിച്ചു തരാം. കളകൾ നമ്മൾ ചെറിയത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ വരുന്ന കളകൾ. ഇതാണ് കളപ്പുല്ലുകളിൻ്റെ ഇടയിൽ വരുന്നത്. ഇങ്ങനത്തെ ഓരോ പുല്ലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കളകൾ ഞാൻ പറിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ പുല്ലുകൾ വരുന്നുണ്ട്. പക്ഷേ അത് പുല്ല് വിട്ട് മുകളിലേക്ക് ഓവർ ഹൈറ്റിലൊന്നും പോകണില്ല, ആ ഒരു ലെവലിലേ നിൽക്കുന്നുള്ളൂ. ഇതൊക്കെ തണൽ നന്നായിട്ടുള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ല, ഈ ജാതിമരത്തിൻ്റെ ഒക്കെ അടിയിൽ നിൽക്കുന്ന ഏരിയയിലൊക്കെ പുല്ലുകൾ ചെറുതായിട്ട് ഹൈറ്റ് വെച്ച് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സൈഡ് വ്യൂ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടുത്തെ പുല്ലുകളൊക്കെ ഇത് കളയണം കേട്ടോ, ഇത് കളപ്പുല്ല, ഇതേപോലെ ഇങ്ങനെ നീണ്ടു വരുന്നുണ്ട്. ബാക്കി എല്ലാവരും നല്ല പക്ക ലെവലായിട്ട് തന്നെ കിടക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു തോട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ പുല്ല് കിട്ടിയേക്കണമെന്ന് പറയാം. ഞാൻ ഹാപ്പിയാണ്. എല്ലാവിടെയും നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കിട്ടി, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി ഞാൻ ബാക്ക് സൈഡിൽ നട്ടേക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ചോദിച്ചവരുടെ സംശയങ്ങളൊന്നും ഇതായിരുന്നു, ഈ പുല്ല് പെട്ടെന്ന് കൂടി പിടിക്കുമോ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ടി വരുമോ. ഒരു കെയറിങ്ങും ഇല്ല. നനച്ചിരുന്നു ആദ്യത്തെ ദിവസമൊക്കെ മഴ പെയ്തിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ആഴ്ച ഞാൻ നനച്ചിട്ടുണ്ട്, പിന്നെ നനച്ചിട്ടൊന്നുമില്ല. നോർമൽ ആ ഒരു ഇതിൽ ഇടയ്ക്കൊക്കെ ഒന്ന് മഴ പെയ്തിരുന്നല്ലോ, അതിൽ തന്നെ എല്ലാവരും പിടിച്ച് നല്ല അടിപൊളിയായിട്ട് പോരേ ചെയ്ത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൽ കുറച്ച് പേര് ചോദിച്ച ഒരു കാര്യമായിരുന്നു, ഈ വണ്ടിയൊക്കെ ഓടുന്നിടത്ത് എങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ സ്കൂട്ടർ വെച്ചിരുന്ന സ്ഥലമായിരുന്നു, അടുപ്പിച്ച് കുറച്ച് ദിവസം സ്കൂട്ടർ വെച്ചിരുന്നു. അപ്പോൾ അതിൽ ഈ സ്ഥലത്തെ പുല്ലൻ്റെ മൊത്തം ചീഞ്ഞ് കരിഞ്ഞു പോയിട്ടോ, അത് ഒരു കാര്യം. അതുപോലെ അവിടെ ഒരു വഴിച്ചാലായിരുന്നു ഞങ്ങൾ അവിടേക്ക് നടന്നുകൊണ്ടിരുന്നത്. ഇത് കോടയായിരുന്നു, ഇങ്ങനെയായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു.
പക്ഷെ അങ്ങനെ കുറേ ദിവസം അടുപ്പിച്ച് കിടന്നപ്പോൾ അവിടത്തെയും പുല്ല് പോയി. ഇവിടുത്തെ പുല്ല് പോയെങ്കിലും ഇപ്പം ഞാൻ വീണ്ടും നനച്ചൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വീണ്ടും ഇത് പൊട്ടി പൊട്ടി മുളച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇടയിൽ നിന്നൊക്കെ ആയിട്ട് പുല്ലുകൾ വീണ്ടും ചാടി പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ചിലപ്പോൾ മുട്ടി ഇങ്ങനെ ഫുൾ ഫില്ലാവുമായിരിക്കും നമ്മളിപ്പോൾ വീണ്ടും ഇവിടുന്ന് വണ്ടിയൊക്കെ മാറ്റി തുടങ്ങിയപ്പോൾ. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പുല്ല് എന്തായാലും പോകും. അതുപോലെ തന്നെ ഒട്ടും വെയിലും വെളിച്ചൊന്നും കിട്ടാൻ നിൽക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടുത്തെ പുല്ലും പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ വണ്ടിയൊക്കെ വെക്കുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ പുല്ല് വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ കൂടുതൽ ഇപ്പോൾ നിങ്ങളൊരു പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണേ എനിക്ക് തോന്നുന്നു അധികം തണലില്ലാത്ത സ്ഥലം സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. തണലുള്ള സ്ഥലത്ത് ഈ പുല്ല് നന്നായിട്ട് പിടിക്കുന്നുണ്ട്, നമ്മൾ കട്ട് ചെയ്തൊക്കെ നിർത്തുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ തണലുള്ള സ്ഥലത്ത് പുല്ലിൻ്റെ സൈസ് ഒരു ഇച്ചിരി പൊന്തി വന്നിട്ടുണ്ട്, അത് മാത്രമാണ് ഒരു ഇതുള്ളൂ. പിന്നെ കളറ് നമ്മളിപ്പോൾ വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ കളർ കറക്റ്റ് മനസ്സിലാവില്ല, നല്ല ഭംഗിയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഭംഗി തോന്നണമെങ്കിൽ പറയണം കേട്ടോ. അതായത് നമ്മളിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇപ്പം ഇങ്ങനത്തെ വ്യൂവിൽ ഈ കളറും ഇവിടുത്തെ കളറൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നും. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇതൊരു ഇത്തിരി ഡാർക്ക് കളറാണ്. ഇപ്പോൾ ഈ ഡിവിയുടെയൊക്കെ ഈ കളറുണ്ടല്ലോ, ഈ ഒരു കളറാണ് എനിക്കിഷ്ടം. പക്ഷേ ഈ കളറല്ല പുല്ലിനുള്ളത്. പുല്ലിനൊരു ഇത്തിരി ഡാർക്ക് കളറുള്ളത്. അത് ഇവിടുത്തെ വളത്തിൻ്റെ ആണോ അല്ലെങ്കിൽ ആ പുല്ലിൻ്റെ കളർ അങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് ഈ പുല്ലിനെ കുറിച്ച് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഒരു പുൽത്തകിടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ അധികം മരങ്ങളോ ഒന്നും ഇവിടെ തടസ്സങ്ങളില്ല. മരങ്ങളൊക്കെ ആ സൈഡിലാണുള്ളത്. പക്ഷേ ഇവിടെ അത് നല്ല വെയിലേറ് ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല ക്ലീനായിട്ട് ഇടയ്ക്കൊക്കെ ഓരോന്ന് അവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നല്ലാതെ ആ തണൽ വരുന്ന സ്ഥലത്ത്, അല്ലാതെ ബാക്കി എല്ലാവിടെയും നല്ല പുൽമെത്ത പോലെ തന്നെ സംഭവം പുല്ലുകൾ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫ്രണ്ടിനേക്കാളും ഈ സൈഡാണ്. ഈ സൈഡ് നല്ല അടിപൊളിയായിട്ട് പുല്ല് വന്നു. അപ്പോൾ ഇതിലൊന്നേ പറയാനുള്ളൂ, നമ്മുടെ വെയിലാണ് ഇതിൻ്റെ മെയിൻ ആള്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ ഞാൻ ബാക്കിയുള്ളൊരു ഷീറ്റിൽ നിന്ന് പൊളിച്ച് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായതാണ്. അതും ഇങ്ങനെ പടർന്ന് പിടിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കളകളുണ്ട് കേട്ടോ, ഇതൊക്കെ നമ്മൾ പറിച്ച് കളയണം. ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ബാക്കി വന്ന ഒരു ഷീറ്റ് എടുത്ത് ഇവിടേക്ക് ഇങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ആ ഷീറ്റൊക്കെ ഇത് ഇങ്ങനെയാണ് പരന്നാണ് പോകണം, അതൊന്നും മുകളിലേക്ക് വളരണില്ല. അപ്പോൾ വെയിൽ നന്നായിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നല്ല സൂപ്പറായിട്ട് പിടിക്കുന്നുണ്ട്. വെയിൽ ഇച്ചിരി കുറഞ്ഞുകൊടുത്ത് ചെറുതായിട്ട് പൊന്തണുണ്ട്. അതാണ് അപ്പോൾ ഈ പുല്ലിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഈ കളറ് ഒരു ഇച്ചിരി ഡാർക്ക് ചേർന്ന ഒരു കളറുമാണ്. ഈ സൈഡിലേക്കൊക്കെ ഇനി വീണ്ടും എനിക്ക് ഈ പുല്ല് തന്നെ മേടിച്ച് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടുത്തെ സ്ഥലമൊക്കെ മണ്ണൊക്കെ ഇട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ വെക്കാനുണ്ട്, പിന്നെ അപ്പുറത്തേക്ക് വെക്കാനുണ്ട്. അവിടെയൊക്കെ കാലിയായിട്ടെടുക്കുക, അവിടേക്കൊക്കെ ഈ പുല്ല് വെക്കാമെന്ന് വിചാരിക്കണം. കാരണം ഈ പുല്ല് വെക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ള കളച്ചെടികളൊന്നും അങ്ങനെ അധികം വളർന്നു വന്നില്ല. അപ്പോൾ ഇത് ഒരു മാസത്തിലൊരിക്കൽ വെട്ടിക്കൊടുത്താലും നമുക്ക് നഷ്ടമില്ല. മറ്റേതാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കളയേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇത് ഇത്തിരിയോടെയും പ്രത്യേകിച്ച് ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഫുൾ പച്ചപ്പാകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ അത് ഈ ഏരിയ കണ്ടു, ഇവിടെയൊക്കെ നമ്മളിനി പുല്ല് നടാനുള്ളതാണ്. ഇനി നമ്മുടെ ചെറിയ കോഴി ഫാം. അപ്പോൾ അവരിത് വെയിറ്റ് ചെയ്യാണ് ഭക്ഷണത്തിന് വേണ്ടി. അപ്പോൾ ഇതാണ് പുല്ലിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു ഇത് പേൾ ഗ്രാസ് അല്ല, ഇത് ബൊഫലോ ഗ്രാസ് തന്നെയാണ്, നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഗ്രാസാണെന്ന് പറഞ്ഞ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഞാനിതിന് മുമ്പ് ഇവിടെ വളർത്തിയിട്ടുണ്ടായത് ബൊഫലോ ഗ്രാസ് ആയിരുന്നു. അത് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ചെറിയൊരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പലരും പറഞ്ഞ ഒരു ഇത് വെച്ച് പറയുന്നത്, അതായത് പലരും പറഞ്ഞത് പേൾ ഗ്രാസ് ആയ ഒട്ടും മുകളിലേക്ക് വളരില്ല, പരന്ന് തന്നെ പോകുള്ളൂ എന്നാണ്. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഈ പേൾ ഗ്രാസ് നടന്നത്. അപ്പോൾ വെയിലുള്ളിടത്ത് നല്ല പരന്ന് തന്നെ പോകുന്നുള്ളൂ, തണലത്ത് മാത്രമാണ് ഇത് ചെറുതായിട്ട് പൊന്തി വരുന്നത്. അപ്പോൾ അത് നിങ്ങളാരെങ്കിലും പേൾ ഗ്രാസ് ഒക്കെ വേറെ നട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. വെയിലത്ത് എങ്ങനെയാണ് തണലത്ത് എങ്ങനെയാണ് ഇത് വളരുന്നതെന്നുള്ളത് എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല. ഞാനിത് മാത്രമേ ഇവിടെ നട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിങ്ങനെയാണ്. എന്തായാലും നല്ലൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്യണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഞാൻ ഒന്ന് നട്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്നൊക്കെ കുറച്ച് നാളൊരു 5-6 മാസമൊക്കെ കഴിയുമ്പോൾ പറ്റിയൊന്ന് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും ആരും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് പലരും റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു, ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വേണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.